ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട പോളച്ച, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട പോളച്ചന് പരിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ പറഞ്ഞിരുന്നു, ഞാൻ ഈ ദിവസം ഇവിടെ വരാമെന്ന് മുൻകൂട്ടി സമ്മതിച്ചതാണ്. എങ്കിലും 2 ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. അതിനുശേഷം ഇന്നലെയാണ് ഞാൻ തിരികെ എത്തിയത്. ഡോക്ടർമാരെന്നോട് കഠിനമായ വിശ്രമം വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട പോളച്ചനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ, എനിക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും നീണ്ട യാത്ര, 2.5 മണിക്കൂർ യാത്ര ചെയ്ത് വേണം ഇവിടെ എത്താൻ. തിരികെ രാത്രിയിലും അതുപോലെ യാത്ര ചെയ്യണം. അത് ഡോക്ടർമാർ വിലക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട പോളച്ചൻ എന്നോട് പറഞ്ഞു, വിശുദ്ധ ചാവറ പിതാവ് അദ്ദേഹത്തിന് പനിയായിരുന്ന അവസരങ്ങളിൽ വള്ളത്തേൽ ജനങ്ങൾ എടുത്തുകൊണ്ട് പോയി ആശീർവാദമൊക്കെ കൊടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിതാവിൻ്റെയും പനി പോയി, നാട്ടുകാരുടെയും പനി പോയി. ഇത്രയും കേട്ടപ്പോൾ എനിക്ക് പിന്നീട് ഒന്നും പറയാൻ വാക്കില്ലാത്ത വിധത്തിൽ അദ്ദേഹം എന്നെ വാക്ക് മുട്ടിച്ചു കളഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ദൈവകൃപയിൽ തന്നെ ഈ സമയം നിങ്ങളോട് സംസാരിക്കാനായിട്ട് കഴിയും എന്ന് പരിശുദ്ധാത്മാവിൽ എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഈ സമയം പങ്കുവയ്ക്കുന്ന വചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 28 വചനമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വചനം. ഈശോ പ്രാർത്ഥിക്കുക, എനിക്ക് ദാഹിക്കുന്നു. ഈശോയുടെ ഈ വചനമാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. ശരീരം മുഴുവൻ മുറിവേറ്റ് രക്തം വാർന്നൊലിച്ച് കഠോരമായ വേദന സഹിക്കുന്ന അവസരത്തിൽ ഈശോ എനിക്ക് വേദനിക്കുന്നു എന്നല്ല പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. തൻ്റെ ശരീരം മുഴുവൻ വളരെ വളരെ ദുർബലമായി, ഇനി ഒരു തുള്ളി ജലം പോലും ഇറക്കാൻ സാധിക്കാത്ത വിധം അവിടുന്ന് ശാരീരികമായിട്ട് അശക്തനായി. അപ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ദാഹിക്കുന്നു എന്നാണ്. എന്താണ് ഈ ദൈവപുത്രൻ്റെ ദാഹം? 3 വർഷക്കാലം അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് പിതാവിൻ്റെ പ്രവൃത്തികൾ അവളിലൂടെ പ്രകടമായിട്ടും അതൊന്നും കാണാൻ കണ്ണ് തുറക്കുകയോ ഹൃദയം കൊടുക്കുകയോ ചെയ്യാതിരുന്ന ഒരു വലിയ ജനസഞ്ചയത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈശോ പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു. ഇവരുടെ ആത്മാക്കളെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. തന്നെ കുരിശിൽ തറച്ച, തന്നോട് കഠിനമായിട്ട് ക്രൂരമായിട്ട് പ്രവർത്തിച്ച, തന്നിൽ അവിശ്വാസം രേഖപ്പെടുത്തിയ എല്ലാവരുടെയും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് ദൈവപുത്രൻ്റെ ഈ കുരിശിലെ ദാഹമെന്ന് പറയുന്നത്. അതാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് ദാഹിക്കുന്നു. ദൈവത്തിൻ്റെ ദാഹമാണ് ഓരോ മനുഷ്യ കുഞ്ഞിൻ്റെയും
ഓരോ മനുഷ്യൻ്റെയും നിത്യജീവന് വേണ്ടിയുള്ള ദാഹം. അതാണല്ലോ ഈശോ തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയത്. ഒരാട് പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഒരാട് പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഈ ആഗ്രഹമാണ് ദാഹമായിട്ട് അവിടുന്ന് പങ്കുവയ്ക്കുന്നത്. തൻ്റെ ജീവൻ വെടിയുമ്പോൾ, ഈ ജീവൻ സമർപ്പിക്കുമ്പോൾ ഇത് അനേകർക്ക് കൃപയായിട്ട് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിട്ട് അത് മാറുകയാണ്. ഈ ദാഹത്തെക്കുറിച്ചുള്ള മനോഹരമായ ഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഈശോയും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ്. ഈശോയ്ക്ക് ഗലീലയിലേക്ക് പോകുന്ന വഴി അവിടുന്ന് സിക്കാർ പട്ടണത്തിലൂടെ കടന്നു പോവുകയാണ്. സമരിയാക്കാരുടെ പട്ടണത്തിലൂടെ കടന്നു പോരുകയാണ്. അവിടെയായിരുന്നു യാക്കോബിൻ്റെ കിണർ. ആ കിണറ്റിൻകരയെ വെച്ച് ഈശോ സമരിയാക്കാരി സ്ത്രീയെ കണ്ടു. ഈശോ അവളോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ തരിക, എനിക്ക് ദാഹിക്കുന്നു എന്നാണ് ഈശോ സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞത്. അപ്പോൾ ആ സ്ത്രീ ഈശോയോട് ചോദിക്കുന്നുണ്ട്, യഹൂദനായിരിക്കെ നീ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നു? യഹൂദരും സമരിയാക്കാരും തമ്മിൽ യാതൊരു സമ്പർക്കവുമില്ലല്ലോ. അപ്പോൾ ഈശോ അവളോട് പറഞ്ഞു, ജീവജലം എന്താണെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു. അത് നിന്നിൽ നിന്ന് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായി തീരും. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, പ്രഭോ, അങ്ങനെയെങ്കിൽ നീ എനിക്ക് ആ ജലം തരിക, എങ്കിൽ വീണ്ടും വീണ്ടും വന്ന് ഇവിടെ നിന്ന് ജലം കോരാതിരിക്കുവാനായിട്ട് സാധിക്കുമല്ലോ. ഈശോ അവളോട് പറഞ്ഞു, ഈ ജലം കുടിക്കുന്നവർ വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന ജലം അവർ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് യോഹന്നാൻ സുവിശേഷകൻ മനോഹരമായിട്ട് പറയുന്നുണ്ട്, യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ വെച്ച് ഈശോ സമരിയാക്കാരിയായ ഈ സ്ത്രീയെ കണ്ടുമുട്ടി. ഈ സ്ത്രീ അവൾ ആരെന്നോ എന്താണെന്നോ എന്നും അറിയാത്ത അവസ്ഥയിലാണ് ഈശോയുമായിട്ട് കണ്ടുമുട്ടുന്നത്. ഈശോയ്ക്ക് അവളുടെ ആത്മാവിനെ ആവശ്യമായിരുന്നു. ഈശോയ്ക്ക് അവളുടെ മാത്രമല്ല, ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന എല്ലാവരുടെയും ആത്മാവിനെ അവിടത്തേക്ക് ആവശ്യമാണ്. ഇതാണ് എല്ലാ സക്രാരിയിൽ ഇരുന്നു കൊണ്ട്, ലോകമെമ്പാടുമുള്ള സക്രാരിയിൽ ഇരുന്നു കൊണ്ട് ഈശോയുടെ ദാഹം ലോകമെമ്പാടുമെന്ന് കേൾക്കപ്പെടുന്നുണ്ട്. എനിക്ക് ദാഹിക്കുന്നു. എല്ലാ സക്രാരികളിലും ഈശോ ഇന്ന് ഈ ദാഹം പങ്കുവെക്കുന്നുണ്ട്. മനുഷ്യ മക്കൾക്കായിട്ടുള്ള ദൈവത്തിൻ്റെ ദാഹമാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണണം. അതാണല്ലോ സമരിയാക്കാരിയുമായുള്ള സംഭാഷണത്തിലൂടെ ഈശോ വ്യക്തമായിട്ട് അവളെ ബോധ്യപ്പെടുന്നത്. ഈ ജലം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും. ഈശോയുമായുള്ള സംഭാഷണത്തിൽ അവള് ഈശോയുടെ ചോദ്യമുണ്ട്, നീ പോയി നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ അവൾ ഈശോയോട് പറഞ്ഞു, എനിക്ക് ഭർത്താക്കൻ ഇല്ല. ഈശോ പറഞ്ഞു, നിനക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല.
ഇത് കേട്ടപ്പോഴാണ് അവൾ പറയുന്നത്, നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ അറിയുന്നു. ഈ സ്ത്രീയെ സംബന്ധിച്ച് അവളൊരു സാധുവായ, ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് മുമ്പിൽ പതറി വീണ് നിൽക്കുന്ന ഒരു പാവം സ്ത്രീയാണ് ഈ സമരിയാക്കാരി. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം പേര് ശരീരത്തിൻ്റെ ഈ അഭിലാഷങ്ങളുടെ മുമ്പിൽ പതറി വീണു പോകുന്നുണ്ട്. അറിഞ്ഞുകൊണ്ടോ ആഗ്രഹിച്ചതുകൊണ്ടോ അല്ല. ഈ കെട്ടുപാടിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അനേകം മനുഷ്യരുണ്ട്. ശരീരത്തിൻ്റെ വാസനകള്, അഭിലാഷങ്ങള്, ദുർമോഹങ്ങള് ഇതെല്ലാം പിടികൂടി അനേകം ദൈവത്തിൻ്റെ മക്കള് നിസ്സഹായരായിട്ട് നിൽക്കുന്ന കാഴ്ച ലോകമെമ്പാടുമുണ്ട്. ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് തെറ്റായ ബന്ധങ്ങളെല്ലാം ഉണ്ട്. തെറ്റായ കാര്യങ്ങളിലൂടെ ശരീരത്തിൻ്റെ ജഡാഭിലാഷങ്ങൾക്ക് വഴങ്ങി ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്കതിൽ നിന്ന് മോചനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ ദുർബലനായ മനുഷ്യനാണ്, എനിക്ക് അത് സാധിക്കുന്നില്ല. ഈ ശക്തമായ ജഡാഭിലാഷങ്ങളുടെ പിടിയിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് ഈ ചെറുപ്പക്കാരൻ നിസ്സഹായനായിട്ട് പറയുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതിൽ നിന്ന് മോചനം പ്രാപിക്കണം, കരകയറണം, ഇനി ഒരിക്കലും പാപത്തിൽ വീഴരുത്, തിന്മയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണം, ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും എനിക്ക് സാധിക്കാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി. അതിനായിട്ടാണ് കർത്താവായ ഈശോ നമ്മയെല്ലാം ബലപ്പെടുത്തുവാനായിട്ട് കൂടെ വസിക്കുന്നത്. അപ്പം സമരിയാക്കാരിയായ സ്ത്രീ, അവളുടെ ജീവിതത്തെ പറ്റി ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു. ലോകത്തിൻ്റെ ദുർമോഹങ്ങളിൽ തിന്മയായിട്ടുള്ള പാപത്തിൻ്റെ വഴിയിലൂടെ എല്ലാം സഞ്ചരിക്കുന്നെങ്കിലും നീയും അബ്രാഹത്തിൻ്റെ മകളാണ്, ദൈവത്തിന് നീ പ്രിയപ്പെട്ടവളാണ്, ദൈവം നിന്നെ കാത്തിരിക്കുന്നു, ദൈവം നിനക്കായിട്ട്, നിന്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് തീവ്രമായിട്ട് ദാഹിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലാണ് അവള് ഈശോയുമായിട്ടുള്ള കണ്ടുമുട്ടല്. അവൾ ഈശോയോട് പറഞ്ഞു, ഞങ്ങൾ സമരിയാക്കാര് ഈ മലയിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ്, ഞങ്ങൾ യഹൂദര് ജെറുസലേമില് ആരാധന നടത്തുന്നവരാണ്. അപ്പോൾ ഈശോ അവളോട് പറയുന്നുണ്ട്, ഈ മലയിലോ ജെറുസലേമിലോ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. ഈ മലയിലും ആ മലയിലോ ഒന്നുമല്ല, അരൂപിയിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെ ആയിരിക്കുന്നു. ആ ഒരു സമയത്തിനായിട്ടാണ് പിതാവായ ദൈവം കാത്തിരിക്കുന്നത്. അരൂപിയിലും സത്യത്തിലുമുള്ള ആരാധനയിലേക്ക്. എന്താണ് ഈ അരൂപി? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ്, സത്യം ഈശോയാണ്. ദൈവത്തിൻ്റെ വചനമായ ഈശോയാണ് സത്യം. അപ്പോൾ പരിശുദ്ധാത്മാവിൽ പുത്രനായ ഈശോ വഴി പിതാവിനെ ആരാധിക്കുന്ന സമൂഹത്തിലേക്ക്, ആ ത്രിത്വൈക കൂട്ടായ്മയിലേക്കാണ് നമ്മളെല്ലാം കൂടിച്ചേർന്നപ്പെട്ടിരിക്കുന്നത്, വിളിക്കപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ പുത്രനായ ഈശോ വഴി പിതാവിനെ ആരാധിക്കുന്ന സമൂഹം. അതാണല്ലോ ഇന്ന് നമ്മളെല്ലാം ചേർന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിത്വൈക ദൈവത്തിലുള്ള സഹവാസമാണ് അതിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു സത്യം അവള് പ്രഖ്യാപിക്കുകയാണ്. സമരിയാക്കാരി സ്ത്രീ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, മിശിഹ വരുമ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവൻ ഞങ്ങളെ പഠിപ്പിക്കും,
എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇതാണ് ആ സ്ത്രീ വിളിച്ച് പറയുന്നത്. മിശിഹ വരുമ്പോൾ, സമരിയാക്കാരിയാണ്, പക്ഷെ അവൾ പറഞ്ഞു മിശിഹ വരുമ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ഈശോ പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന അവൻ തന്നെയാണ് നീ പറയുന്ന മിശിഹ. നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് മിശിഹ. അപ്പോൾ ഈ ഒരു സത്യമാണ് അവിടെ വെളിപ്പെട്ടത്. ഈശോയാണ് മിശിഹ എന്നുള്ള ബോധ്യം അവളിലേക്ക് വന്നപ്പോൾ അവള് കുടം അവിടെ വെച്ചിട്ട്, വെള്ളം കോരാൻ വന്നവളാണ്, കുടം അവിടെ വെച്ചിട്ട് അവള് സമരിയായിലേക്ക് ഓടിപ്പോയി ഈശോയെക്കുറിച്ച്, താൻ അറിഞ്ഞ ദൈവപുത്രനായ ഈശോയെക്കുറിച്ച് സമരിയാക്കാരോട് പറയുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് സുവിശേഷം കേൾക്കപ്പെടുകയാണ് സമരിയായിൽ. ഇതാണ് ദൈവപുത്രനായ ഈശോ മിശിഹ എന്ന സത്യം സമരിയാക്കാര് മനസ്സിലാക്കുകയാണ്. അവരെല്ലാം ഓടിക്കൂടി ഈ സ്ത്രീയുടെ സാക്ഷ്യം കേട്ടുകൊണ്ട് സമരിയാക്കാരെല്ലാം ഓടി വന്നു. അവർ ഈശോയോട് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ നീ താമസിക്കണം. ഈശോ 2 ദിവസം അവരുടെ കൂടെ താമസിച്ചു. അപ്പോൾ അവര് സമരിയാക്കാര് ആ സ്ത്രീയോട് പറഞ്ഞു, ഇനി നിന്റെ സാക്ഷ്യം മൂലമല്ല, ഞങ്ങൾക്കെല്ലാം മനസ്സിലായിരിക്കുന്നു ഇവനാണ് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന ദേവപുത്രനായ ഈശോ മിശിഹ, ഇവനാണ് ലോകരക്ഷകനായ ഈശോ മിശിഹ. പ്രിയപ്പെട്ടവരെ, ഈ സത്യമാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്. ഇവനാണ് ലോകരക്ഷകനായ ഈശോ മിശിഹ. ഈ ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഈ ഒരു അനുഭവത്തിലേക്ക് ആ സമരിയക്കാര് പിന്നീട് ഓടി നടന്നാണ് ഈശോയെക്കുറിച്ച് പറയുന്നത്. ഈ സമരിയ ദേശത്തുടനീളം അവർ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് മറ്റാരുടെയും സാക്ഷ്യം ആവശ്യമില്ല. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു, കാതുകൊണ്ട് കേട്ടു, ഞങ്ങൾ അവനെ അനുഭവിച്ചറിഞ്ഞു. ഈ അനുഭവിച്ചറിഞ്ഞത് എന്താണ്? ഇവനാണ് സത്യദൈവമായ ഈശോ മിശിഹ, ഇവനാണ് ദൈവപുത്രനായ ഈശോ മിശിഹ എന്ന് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ഒരു അറിവിലേക്ക് വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൻ്റെ എല്ലാ പിടിയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ദുർബലനായ മനുഷ്യന് സാധിക്കുന്നത്. അപ്പോൾ കുടമൊക്കെ വെച്ചിട്ട് ഓടാൻ പറ്റും. കുടമൊക്കെ അവിടെ വെച്ചിട്ട് ഓടാൻ തുടങ്ങും. ഈ ലോകത്തിൽ സമ്പത്തിന് വേണ്ടി ഓടി നടന്നവര്, ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനങ്ങളൊക്കെ വേണ്ടി ഓടി നടന്നവര്, അതൊക്കെ അവിടെ വെച്ചിട്ട് സുവിശേഷമായി തീരാനായിട്ട്, ഈശോയെക്കുറിച്ച് പറയാനായിട്ട് ഓടി നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ആവേശത്തോടുകൂടി രംഗപ്രവേശനം ചെയ്യും. ഇതൊരു വലിയ സത്യമാണ്. 2 ആഴ്ച മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നു. 28 വയസ്സ് പ്രായമുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു മാസം 2.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ജോലി ചെയ്യുന്നവനാണ്. 2.5 ലക്ഷം രൂപ ശമ്പളമായിട്ട് വാങ്ങുന്നുണ്ട്. അതുകൂടാതെ എക്സ്ട്രാ വർക്ക് ചെയ്ത് അത്രയും കൂടി ഒരു മാസം സമ്പാദിക്കുന്ന വളരെ വീക്ഷണശാലിയായ ഒരു ചെറുപ്പക്കാരൻ. അവൻ 2 ആഴ്ച മുമ്പ് എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാം? ഈ 2.5 ലക്ഷം രൂപ ശമ്പളമായിട്ടും 2.5 ലക്ഷത്തിലധികം രൂപ അവൻ്റെ എക്സ്ട്രാ വർക്കായിട്ടും ഒക്കെ നേടിയെടുക്കുന്ന ബുദ്ധി സാമർഥ്യമുള്ള ഈ ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, എനിക്ക് ഇനി കർത്താവായ ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കണം, എനിക്ക് കർത്താവായ ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കണം. ഞാൻ അവനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ ഈശോ മിശിഹായെ അറിഞ്ഞത്? നീ എങ്ങനെയാണ് ഈശോ മിശിഹായെ അറിഞ്ഞത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഈ ജീവിതത്തിലുടനീളം ജോലിയില്ലാതെ കഷ്ടപ്പെട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയവനാണ്.
ആ അവസരങ്ങളിലൊന്നും എനിക്ക് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു എന്തെങ്കിലും ഈ ലോകത്തിൽ നേടാൻ സാധിക്കുമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ആണ് എനിക്ക് ആശ്വാസം നൽകിയത്. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, ഈ അധ്യായം ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് ഈ ചെറുപ്പക്കാരനെ സ്വാധീനിച്ച ഈ അധ്യായത്തെക്കുറിച്ച് അവൻ പറഞ്ഞതുകൊണ്ടാണ്. സമരിയാക്കാരി സ്ത്രീയുമായുള്ള ഈശോയുടെ ഈ സംഭാഷണം കേട്ട് ഇവനാണ് സത്യദൈവമായ ഈശോ മിശിഹ എന്ന് ഈ വചനത്തിലൂടെ ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി സത്യദൈവമായ ഈശോ മിശിഹയെക്കുറിച്ച് പ്രഘോഷിക്കണം. ഞാൻ പറഞ്ഞു, ഒരു വർഷത്തേക്ക് ഞാൻ ഇനി എൻ്റെ ജോലി വിട്ട് ഈ ഞാൻ അറിഞ്ഞ സത്യദൈവമായ ദൈവപുത്രനായ ലോകരക്ഷകനായ ഈശോ മിശിഹായെക്കുറിച്ച് പറയാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ ഈശോയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് പോവുകയാണ്. ഈശോയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞു, സഹോദര, ഈശോയെക്കുറിച്ച് കേട്ടിട്ടും കേൾക്കാത്തവരുടെ ഇടയിലേക്ക് കൂടി നീ പോകണം. അതിന്ന് വലിയൊരു പ്രശ്നമാണ്. കേൾക്കാത്തവരെ കേട്ടിട്ടും ഒന്നും സംഭവിക്കാതെ ഈ ദൈവത്തിൻ്റെ വചനം സത്യനായ ഈശോ മിശിഹായെ അരൂപിയിൽ സമർത്ഥമായിട്ട് ലഭിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും ആ അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്താതെ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നിന്ന് അകലെ കഴിയുന്ന അനേകായിരങ്ങളുടെയിലേക്ക് കൂടി ശക്തമായിട്ട് നീ സാക്ഷ്യം കൊടുക്കണം. അതെന്നെ ആവശ്യമാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ശരിയാണ്, ഞാനത് ചെയ്യും. സമരിയാക്കാരി ചെയ്തതുപോലെ സമരിയാക്കാരി സ്വന്തം ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. സ്വന്തക്കാരുടെ ഇടയിലേക്കാണ് അവൾ പോയത്. ആ സ്വന്തക്കാരിൽ ആരും സത്യദൈവത്തെ അറിയാത്തത് കൊണ്ട്, അവനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അവനെക്കുറിച്ച് മനസ്സിലാക്കാനോ ഒന്നും സാധിക്കാത്തത് കൊണ്ട് അവൾ അവിടെ പോയി സംസാരിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ആ ജനത ഒന്നടങ്കമായിട്ട് മനസ്സിലാക്കി, ഇതാണ് ലോകരക്ഷകനായ ഈശോ മിശിഹ. അപ്പോൾ ഈ ഒരു സത്യം നമ്മുടെ ജീവിതത്തെ ഉജ്ജ്വലിപ്പിക്കാനായിട്ടിടയാകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് പീഠത്തിൽ അല്ലെങ്കിൽ പെട്ടിയിൽ അടച്ചു വയ്ക്കപ്പെട്ട ഒന്നല്ല. അത് പെട്ടിയിൽ അടച്ചു വെക്കാനുള്ള ഒന്നല്ല. വിളക്ക് കൊളുത്തി പറയുടെ കീഴിൽ വെക്കാനുള്ള ഒന്നല്ല. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ വിശ്വാസം ജീവിക്കാനുള്ളതാണ്. മരിക്കാൻ തയ്യാറാകുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഉണർവയിലേക്ക് സുവിശേഷം നമ്മെ നയിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞില്ലേ, ഒരു വർഷം ഒരു മാസം 5 ലക്ഷം രൂപ കിട്ടുന്നതാണ്. പക്ഷെ എനിക്കതിലും വലുത് നിത്യജീവനാണ്. എനിക്ക് മാത്രമല്ല, എന്നിലൂടെ ഈശോയെ അറിഞ്ഞ അനേകർക്ക് ഈശോയെക്കുറിച്ച് അറിയുവാനും രക്ഷയുടെ സദ്വാർത്ത ശ്രവിക്കാനും ഇടയാകുന്ന അനുഭവം കൊടുക്കാനായിട്ട് കഴിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം എന്നെനിക്ക് ഉറപ്പായിട്ട് ബോധ്യമുണ്ട്. അവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം. അപ്പോൾ ഇന്ന് അനേകം നമ്മുടെ മക്കൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പല മേഖലയിലായിട്ട് കഴിയുമ്പോൾ അവരൊക്കെ തളർന്നു വീഴുകയും ഇടറി വീഴുകയും പതറിപ്പോകുകയും പരീക്ഷകളിലും പ്രലോഭനങ്ങളിലും പരാജയപ്പെടുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ വിശ്വാസത്താൽ നമുക്കിവയെ എല്ലാത്തിൻ്റെയും മേൽ വിജയം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വിശ്വാസത്താൽ തിരിച്ചറിയാനായിട്ട് കഴിയുക. അപ്പം അങ്ങനെ നമ്മുടെ വീടുകൾ തന്നെ
വീടുകൾ തന്നെ സുവിശേഷമായി തീരണം എന്ന് നമുക്കെല്ലാം പറയാനായിട്ട് സാധിക്കണം. സുവിശേഷമായിട്ട് തീരണം, ഈശോയെക്കുറിച്ച് പറയാനായിട്ടുണ്ടാവണം. മാതാപിതാക്കന്മാർ കൺവെൻഷനൊക്കെ കൂടി, സോജിയച്ഛൻ്റെയും അതുപോലെ ഇവിടെ നടക്കുന്ന കൺവെൻഷനെല്ലാം കൂടിയിട്ട് വീട്ടിൽ പോയി വിശ്രമിക്കുകയല്ല, കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും ഈ ജീവന്റെ വചനം നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഈ വചനത്താൽ നിറയുന്ന ഒരനുഭവത്തിലേക്ക് ഓരോ വീടും വരുമ്പോൾ ഒരു നാട് തന്നെ പ്രകാശിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ഈശോ ലോകരക്ഷകനാണെന്നുള്ള ബോധ്യം, വിടുതൽ മാത്രമാണ് രക്ഷ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് കഴിയും. മറ്റെങ്ങും രക്ഷയില്ല. പ്രിയപ്പെട്ടവരെ, 100% ഉറപ്പോടെ ഞാനിവിടെ നിന്ന് മരിച്ചു വീണാലും ഞാൻ ഉറപ്പിച്ച് പറയും, മറ്റെങ്ങും രക്ഷയില്ല. ആരെല്ലാം എവിടെയെല്ലാം രക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ, രക്ഷയുണ്ടെന്ന് പ്രതീക്ഷിച്ച് ഓടി നടന്നിട്ടുണ്ടോ, പലരെയും വെല്ലുവിളിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. രക്ഷയെന്ന് പറയുന്നത് ഞങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാമ്രാജ്യത്തിലാണ് ഞങ്ങളുടെ വിജയം എന്നെല്ലാം പറഞ്ഞ് അനേകം മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവര് എത്ര നാള് അങ്ങനെ നടക്കും? സത്യം തിരിച്ചറിയും, സത്യം തിരിച്ചറിയും. സമരിയാക്കാരി കുറെ നാൾ നടന്നതാണ്. അവളും വിചാരിച്ചത് ഇഷ്ടം പോലെ നടക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, ഇഷ്ടം പോലെ നടക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വിചാരിക്കുകയാണ്. ഒരമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നോട്, തൻ്റെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കന്മാർ ഇല്ലാത്ത മണമെല്ലാം മുടക്കി വളർത്തിക്കൊണ്ടുവന്ന മകള് ഇപ്പോൾ പറയുന്നു, ഞാനൊരാളെ വിവാഹം ചെയ്യാൻ പോയിരിക്കുന്നു. ഞാൻ പോവുകയാണ്. ആരെയാണ്? മാതാപിതാക്കന്മാർ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഞാൻ ഇഷ്ടമുള്ളവരെ ചെയ്യും. മാതാപിതാക്കന്മാർ എനിക്ക് പ്രശ്നമല്ല, ദൈവം എനിക്ക് പ്രശ്നമല്ല, ബന്ധുക്കളും മിത്രങ്ങളും ഒന്നും എനിക്ക് പ്രശ്നമല്ല. പ്രിയപ്പെട്ടവരെ, എത്ര നാൾ? ഞാൻ ഉറപ്പായിട്ട് ചോദിക്കുകയാണ്, എത്ര നാൾ ഇത് മുന്നോട്ട് പോകും? ഇങ്ങനെ വീരോചിതമായിട്ട് സംസാരിച്ച പല മിടുക്കന്മാരും മിടുക്കികളും പഴംതുണി പോലെ ദുർബലമായിട്ട് നിലത്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശയും ആശ്രയത്വവും സന്തോഷവും വിജയവും നേട്ടവും. അതിലുപരിയായിട്ട് എന്തെങ്കിലും നേട്ടമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരോട് വിവാദത്തിനൊന്നുമില്ല. അതൊക്കെ എത്ര നാൾ? ഈ ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിച്ചിരിക്കും. എത്ര നാൾ? അത്രയേ ഉള്ളൂ. ആ എത്ര നാൾ എന്നതുകൊണ്ട് കൃത്യമായിട്ട് ബോധ്യം വരുന്ന വിധത്തിൽ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഈ ഒരു ജീവിത ബോധ്യമാണ് നമുക്കെല്ലാം ആവശ്യമായിരിക്കുക. നമ്മുടെ വിശ്വാസം, പ്രിയപ്പെട്ടവരെ, ഇത് ജീവിക്കാനുള്ളതാണ്, ആവേശത്തോടുകൂടി പ്രഘോഷിക്കാനുള്ളതാണ്. ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു കൃപാവരത്തിൽ സത്യദൈവത്തെ അറിഞ്ഞ നമുക്കാർക്കും ഈ സത്യദൈവം ആരെന്ന് പറയാതിരിക്കാനായിട്ട് സാധ്യമല്ല. അപ്പസ്തോല നടപടി പുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട് നാം അത് കാണുന്നുണ്ട്. അപ്പസ്തോലന്മാരോട്, പത്രോസിനോടും യോഹന്നാനോടും യഹൂദ മത മേധാവികൾ പറഞ്ഞു, ഇനി മേലിൽ നസ്രയനായ ഈശോയുടെ നാമത്തിൽ ഇവിടെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല, സംസാരിക്കാനും പാടില്ല. ഇന്നാണ് യഹൂദ മത മേധാവികള് അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. അപ്പസ്തോലന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് പ്രസംഗിക്കാതിരിക്കാൻ സാധ്യമല്ല, അതിലും മരണമാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഈ സത്യത്തെക്കുറിച്ച് പറയുക തന്നെ ചെയ്യും.
ഒരു ഭീഷണിയും വകവയ്ക്കാതെ ഈ സത്യത്തെക്കുറിച്ച് ഉജ്ജ്വലമായിട്ട് സാക്ഷ്യം കൊടുക്കുവാനായിട്ട്, മരണം കൊടുത്ത് സാക്ഷ്യം നൽകാനായിട്ട് അപ്പസ്തോലന്മാർക്കും വിശുദ്ധാത്മാക്കൾക്കും ഒക്കെ കഴിഞ്ഞു. ഒരു ദൈവത്തിൻ്റെ ഈ ദാഹം നമ്മുടെ എല്ലാ മക്കൾക്കും വേണ്ടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെല്ലാം നല്ല മക്കളാണ്. എല്ലാ മനുഷ്യരും നന്മയുള്ളവരാണ്. എല്ലാവരിലും ദൈവത്തിൻ്റെ ഛായ പതിഞ്ഞിരിക്കുക. ആ ഒരു സത്യം ഗ്രഹിക്കാനായിട്ട് ഇടവന്നാൽ മതി. കായനോട് ദൈവം പറഞ്ഞു, കായൻ, എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ദൈവം വളരെ സ്നേഹത്തോടു കൂടിയാണ് കായനോട്, ദൈവത്തിന് ഒട്ടും പ്രിയമല്ലാത്ത ബലിയർപ്പിച്ച കായനോട് ദൈവം വളരെ സ്നേഹത്തോടെ ചോദിച്ചു, കായൻ, നീ എന്തിനാണ് കോപിച്ചിരിക്കുന്നത്? എന്താണ് നിന്റെ മുഖം പാടിയിരിക്കുന്നത്? ഒരു കാര്യം നീ ഓർക്കുക, പാപം നിന്റെ പടിവാതിൽക്കൽ നിന്നെ കാത്തിരിക്കുന്നു. അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഈ ഒരു സത്യം നമ്മൾ ഓർക്കുക. പാപം പടിവാതിൽക്കൽ കാത്തിരിക്കുന്നു. അത് നമ്മിൽ താല്പര്യം വച്ചിരിക്കുന്നു, എന്നിലും നിങ്ങളിലും. പാപം പടിവാതിൽക്കൽ കാത്തിരിക്കുന്നു, അത് താല്പര്യം വച്ചിരിക്കുന്നു നമ്മിൽ. നീ അതിനെ കീഴടക്കണം എന്നാണ് കായനോട് ദൈവം പറഞ്ഞത്. നീ അതിനെ കീഴടക്കണം. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ദൈവത്തിൻ്റെ വചനം കായനെ സ്വാധീനിച്ചില്ല. അവൻ ഉദ്ദേശിച്ച കാര്യം, മുൻകൂട്ടി ചെയ്ത പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതാണ് മനുഷ്യന്റെ ബലഹീനത എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിന് ദൈവം നൽകിയ സ്വാതന്ത്ര്യം, പ്രിയപ്പെട്ടവരെ, ഈ സ്വാതന്ത്ര്യം സത്യമായത് പറയാനും സത്യം വെളിപ്പെടുത്താനും വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണ്. ഈശോയെക്കുറിച്ച് അറിയാനും അനുഭവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം. അത് മനസ്സിലാക്കി ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ശരിയായത് തിരഞ്ഞെടുക്കാനായിട്ട് പരിശുദ്ധാത്മാവിൽ നമുക്ക് സാധിക്കണം. അതിനാണ് അരൂപിയിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കളായി തീരാൻ നമുക്ക് സാധിക്കണം. അരൂപിയിലും സത്യത്തിലും പരിശുദ്ധാത്മാവിൽ ഈശോ മിശിഹായിലൂടെ പിതാവായ ദൈവത്തിന് ബലിയർപ്പിക്കുന്ന മക്കളായിരിക്കുക. അതിലൂടെ നമ്മുടെ മുമ്പിൽ ഒളിഞ്ഞിരിക്കുന്ന തെളിഞ്ഞിരിക്കുന്ന പാപം, നമ്മെ താല്പര്യം വച്ചിരിക്കുന്ന, നമ്മുടെ ആത്മാവിനെ ദുർബലപ്പെടുത്തുന്ന, മൃതപ്രായമാക്കുന്ന തിന്മയുടെ എല്ലാ സ്വാധീനത്തിൻ്റെയും മേൽ വിജയം നേടാൻ അരൂപിയിലും സത്യത്തിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധാത്മാവിലും ഈശോ മിശിഹായിലും പിതാവായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് യഥാർത്ഥമായ ആരാധനയുടെ സന്തോഷം സമരിയാക്കാരി സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് ഓടി. അവളുടെ കയ്യിലിരുന്ന കുടമൊക്കെ അവളെ മറന്നുപോയി. വെള്ളം കോരാൻ വന്നവള് ഇനി വെള്ളമല്ല, കാരണം ദാഹം ശമിപ്പിക്കുന്ന ജീവജലം നൽകുന്നവനെ കണ്ടെറിഞ്ഞു കഴിഞ്ഞു. ആ ജീവജലം അവളിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായി മാറിയപ്പോൾ കുടത്തിൽ വെള്ളം കോരേണ്ട അവസ്ഥ വരുന്നില്ല. അത് പ്രഘോഷണമായിട്ട് മാറുകയാണ് ഈ ഈശോയെക്കുറിച്ച് പറയാൻ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീടുകൾ ഈശോയെക്കുറിച്ച് പറയുന്ന അനുഭവമാക്കി തീരണം. അങ്ങനെ
ദൈവീക കാര്യങ്ങൾ കേട്ട് ജീവിക്കാനായിട്ട് കഴിയുക. ഇത് ഈശോയെക്കുറിച്ച് നമ്മൾ പറയുന്നില്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളുമാണ് നമ്മൾ പറയുന്നത്. ഒരു 74 വയസ്സുള്ള പ്രായം ചെന്ന ഒരമ്മ പറഞ്ഞു, എന്താന്നാ പറയുന്നതെന്നറിയോ? 78 വയസ്സുള്ള ഭർത്താവ്, അവർ 2 പേരും മാത്രമേ ഉള്ളൂ ഇപ്പോൾ. മക്കൾ 3 പേര് വിദേശത്താണ്. നല്ല സമ്പത്തും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. വാർദ്ധക്യത്തിൽ ഇവർ 2 പേരും തന്നെ കഴിയുകയാണ്. സഹായിക്കാൻ ഒരു സഹോദരിയുണ്ട് വീട്ടിൽ. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? രാവിലെ കാപ്പി കൂടി കഴിഞ്ഞാൽ 78 വയസ്സുള്ള ഭർത്താവ് പറയാൻ തുടങ്ങുന്നത് എന്താണെന്നറിയാമോ? 50 വർഷം മുമ്പ് നിന്നെ കല്യാണം കഴിച്ചപ്പോൾ നിന്റെ അപ്പൻ പറഞ്ഞിരുന്നു 5 ഏക്കർ സ്ഥലം തരാമെന്ന്. അതിൽ 3 ഏക്കറേ കിട്ടിയിട്ടുള്ളൂ, 2 ഏക്കർ ഇനിയും കിട്ടാനുണ്ട്, പോയി വാങ്ങിച്ചുകൊണ്ട് വരിക. നിന്റെ കുടുംബക്കാർ ചതിച്ചു, വഞ്ചിച്ചു, നിന്റെ അപ്പനും അമ്മയൊക്കെ തനി കൊള്ളരുതാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രയോഗങ്ങളാണ് പിന്നീട് പറയുന്നത്. 2 പേരും ഏറ്റുമുട്ടുക, എല്ലാ ദിവസവും ഇതാണ് പണി. ഇവിടെ ആ പ്രശ്നം വന്നിരിക്കുന്നത്. ഈ വാർദ്ധക്യത്തിൽ ഈ ദൈവത്തിൻ്റെ വചനമെടുത്ത് വായിച്ച് കേൾപ്പിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, കിട്ടാതെ പോയതിനെ പറ്റിയല്ല പ്രിയപ്പെട്ടവരെ. ഈ ദമ്പതികൾക്ക് ഇന്നൊരു കുറവുമില്ല. ഇഷ്ടം പോലെ പണമുണ്ട്. മക്കൾ 3 പേരും നല്ല വിദ്യാഭ്യാസം നേടി വിദേശത്ത്. സമയാസമയങ്ങളിൽ അവരയച്ചുകൊണ്ടിരിക്കുന്ന പണം ബാങ്കിലുണ്ട്. അതിലൊക്കെ കൂടുതൽ തുക ബാങ്കിൽ കിടക്കുകയാണ്. എങ്കിലും പണ്ട് കിട്ടാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ എന്താണ് ഈ വിഷയം? ഇതാണ്, കിട്ടിയതിനെക്കുറിച്ച് ഓർക്കാൻ പറ്റാത്ത ജീവിതം നയിക്കുകയാണ്. ദൈവമായ കർത്താവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാതെ കിട്ടാത്തതും ലഭിക്കാത്തതും പോരാത്തതും ഒക്കെ പറഞ്ഞു നടക്കുന്ന ജീവിതമായിട്ട് മാറും. പല വീടുകളും ഇതുപോലെയുള്ള സംസാരത്തിൻ്റെ പേരിൽ കലാപഭൂമികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് സത്യമായ കാര്യമാണ്. ഉറപ്പായിട്ട് പല വീടുകളിലെയും കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ എത്തുന്നത് കൊണ്ടാണ് ഞാനിത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. പല വീടുകളിലും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കലാപഭൂമികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളും മക്കളും, മക്കളും മക്കളും, സഹോദരനും സഹോദരിയും മരുമക്കളും അങ്ങനെ എല്ലാം ചേർന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ സംസാര ഭൂമിയായിട്ട് നമ്മുടെ ഭവനം, ദൈവത്തിൻ്റെ ഭവനം, ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ശരീരം ഇതൊക്കെ മലിനമായി തീരുന്ന സ്ഥിതി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സത്യം, വചനം നമുക്ക് കിട്ടാതെ പോകുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, സത്യം, വചനം കിട്ടിയില്ലെങ്കിൽ മനുഷ്യൻ വേട്ടപ്പെട്ടിയെ പോലെ ഓടാൻ തുടങ്ങും. അതാണ് സത്യമെന്ന് പറയുന്നത്. ഈ സത്യം ഗ്രഹിക്കാനായിട്ട് സാധിക്കുക. അതുണ്ടെങ്കിൽ സമാധാനമുണ്ട്, ശാന്തിയുണ്ട്, സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. ഒരു കുറവും വരാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകാനായിട്ട് മനുഷ്യന് സാധിക്കും. അതിനിടയാകാൻ വേണ്ടി സത്യം, പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്നിരിക്കുന്ന ഇത്രയും പേര് ഈ സത്യമെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. നിങ്ങൾ ഈ സത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി. വീട്ടിൽ പോയി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ മതി. നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ അരൂപിയിൽ വളരുന്നത് കാണാൻ നമുക്ക് സന്തോഷമുണ്ടാകും. അവർ വളർന്നു വരുമ്പോൾ അവരെ ഓർത്ത് നാടും വീടും അഭിമാനിക്കാൻ ഇടയാകുന്ന വിധത്തിൽ ദൈവത്തിന് മുമ്പിൽ അവർ ജീവിക്കും. അതിന് അറിഞ്ഞ ഈ സത്യം ജീവിതമാക്കാൻ നമ്മുടെ വീട് നമുക്ക് നിമിത്തമായി തീരണം. നമ്മുടെ ജീവിതം അതിന് സാധിക്കണം. അതിന് നിങ്ങൾക്കിടയാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇത്ര സമയം എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ അരൂപിയാൽ ഇത്രയും സമയം എനിക്ക് ദൈവകൃപയിൽ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് സാധിച്ചു. ദൈവം
നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.